നമ്മൾ ഇങ്ങനത്തെ ഒരു പള്ളിയിൽ ജന്മത്തിൽ നിസ്കരിച്ചിട്ടില്ല. അതായത് ഒരു തൊഴുത്താണ്. ആ തൊഴുത്തിൽ ഈ എരുമകളെ നയിക്കുന്ന 4 വീടുകാരുണ്ട്. അവരെ ഏട്ടൻ, അനിയൻ, അങ്ങനെ 4 വീടുകൾ. ഈ 4 വീടിന്റെ തൊഴുത്തിന്റെ നടുവിലൊരു പള്ളി. അത്രയും ചാണകമൊക്കെ ആയിട്ട് അതിന്റെ സ്മെല്ലുണ്ട്, ഈച്ചകളെ കൊണ്ട് അത്രയും ഊണ് കൊടുക്കാനൊന്നും ഒരു സൗകര്യങ്ങളും ഇല്ല. അല്ല, അത് അവിടെ എന്തുകൊണ്ടാണല്ല, ഇത് ഊത് കൊടുക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും. എന്നിട്ട് ഈ ചളിയിലൂടെ നടന്നു വന്നിട്ടാണ് പള്ളിയിലേക്ക് കയറുക. അപ്പൊ നമുക്കാണെങ്കിൽ അത് നമ്മളിവിടെ ഇത് പറഞ്ഞാൽ പൊടി പോലും കിടക്കാത്ത ശീതീകരിച്ച പള്ളി, അതേ ഒരു അതിൽ ജീവിച്ചു വളർന്നവരാണല്ലോ നമ്മള്. അതെ, അതൊന്നും ഇല്ലാതെ നമുക്കിത് ചിന്തിക്കാനേ പറ്റാത്ത, കാരണം അത്രയും ചെറിയൊരു സൗകര്യമാണ്. ഒരു 20 പേർക്ക് നിസ്കരിക്കാൻ പള്ളി. പിന്നെ പുറത്തിങ്ങനെ പായിടുകയാണ്, പായിടുന്നു, ഇതിനനുസരിച്ച് ടാർപ്പായി കിട്ടുന്ന അങ്ങനെ ഒരു സൗകര്യമുള്ളത്. അപ്പൊ ഈ ഓട്ടോറിക്ഷകളിൽ ഒരുപാട് ഓട്ടോറിക്ഷകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഉള്ളോടത്ത് കയറി ഞാൻ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആദ്യത്തെ നിസ്കാരത്തിൽ തന്നെ നിസ്കരിച്ചപ്പോൾ സുജൂദ് ഇങ്ങനെ കൈ വെച്ച സമയത്ത് ഒറ്റ ഈച്ചയാണ്. കാരണം നമ്മൾ ആ കൈ വെക്കുമ്പോൾ ഈച്ച അവിടെ നിന്ന് മാറി, അത്രത്തോളം ഈച്ചയാണ്. അപ്പൊ അന്ന് തോന്നിയൊരു തോന്നല്, അല്ല ഇവിടെ എന്തെങ്കിലും ഒരു പള്ളി ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോഴും അങ്ങനെ ചെയ്യാണ്ടായ തോന്നലും നമുക്ക് ഓർമ്മ വന്നൊരു മുഖം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളുടെ പേരിൽ എന്നല്ലേ. നമ്മൾ അങ്ങനെയുള്ളൊരു വിഷമം ഉണ്ടാകുമ്പോ പണക്കാട് കുടുംബത്തിന് ആലോചിക്കുന്ന. അതെ. അപ്പൊ അതങ്ങനെ ഒരു തോന്നലുണ്ടായി ശാസ്ത്രങ്ങളുടെ പേരിൽ എന്നുള്ളത്.